മൂന്നാറിലെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു 2-3 വീഡിയോ ചെയ്തു. കൂടപ്പിറപ്പുകളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സഹോദര തുല്യരായി നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ വേർപാട് വളരെ ദയനീയമാണ്. ഓരോ ദിവസവും 2-3 ആളുകൾ മരണപ്പെടുന്ന ഒരവസ്ഥയാണ് KSRTCയിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്നും ആശ്വാസം കണ്ടെത്തുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ആ കൂട്ടത്തിൽ പെടാത്തത് കൊണ്ട് തന്നെ ജീവനക്കാരെന്ന നിലയിൽ നമ്മളതിനെക്കുറിച്ച് പ്രതികരിച്ചു. അതിൻ്റെ ഫലമായി KSRTC കണ്ണൂർ ഡിപ്പോയിലെ ഒരു ജീവനക്കാരൻ മരണപ്പെട്ടപ്പോൾ ഒരു കൂടപ്പിറപ്പ് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ എന്നല്ല പറയേണ്ടത്, കൂടപ്പിറപ്പിന് അപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ആ വാക്കാണ് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ അടിഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചാലും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ പോലും എനിക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ ജീവനക്കാരെന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ എന്തുമാത്രം ആവേശത്തോടെ അത് കാണുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. കൂടാതെ ഒരു കാര്യം കൂടെ പറയാം. കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞങ്ങളിലേക്ക്, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങളിലേക്ക് എത്തിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചിരിക്കും. ഞങ്ങൾ ഭയമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ്. കാരണം മരണം ഒരിക്കലേ ഉള്ളൂ, അതെപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ KSRTC കണ്ണൂർ ഡിപ്പോയിലെ ഒരു ജീവനക്കാരൻ മരണപ്പെട്ടിട്ട് യൂണിറ്റ് ഓഫീസറോ യൂണിറ്റിലെ അധികാരികളോ മറ്റ് സ്റ്റാഫുകളോ ആ ആളിൻ്റെ വീട്ടിൽ ഒന്ന് പോവുകയോ അദ്ദേഹത്തിന് വേണ്ട സാമ്പത്തിക സഹായം അല്ലെങ്കിൽ വാക്കാലോ പ്രവൃത്തിയിലോ ഉള്ള ഒരു സഹായം പോലും ചെയ്തിട്ടില്ല. കാരണം ആ സഹോദരൻ കുറിപ്പിടുമ്പോൾ അന്ന് രാവിലെ 10 മണി സമയവും ദിവസവും എഴുതി വെച്ചിട്ടാണ് കുറിപ്പിട്ടേക്കുന്നത്. ഈ 10 മണി വരെയും അല്ലെങ്കിൽ ആ കുറിപ്പ് എഴുതുന്ന സമയം വരെയും KSRTCയിലെ ഒരു ഉദ്യോഗസ്ഥരും ആ വീട്ടിൽ പോവുകയോ മരണപ്പെട്ട ജീവനക്കാരന് കൊടുക്കേണ്ട ഒരു സാമ്പത്തിക ബാധ്യത KSRTC ഇന്നലെ തുടങ്ങിയതല്ല, കാലങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തികമുണ്ട്. ആ സാമ്പത്തികം കൊടുക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ എത്ര നീചന്മാരായ മനുഷ്യരാണ് നിങ്ങൾ. നിങ്ങളോടൊപ്പമാണോ ഞങ്ങൾ ജോലി ചെയ്യേണ്ടത്? പറയൂ അധികാരികളെ, നിങ്ങളോടൊപ്പം ഞങ്ങളെ എങ്ങനെ ജോലി ചെയ്യും? ആഫ്രിക്കയിൽ അടിമപ്പണി ചെയ്തിരുന്ന കാലത്തെ പോലും അപമാനിച്ചുകൊണ്ട്, അതിനപ്പുറം അടിമക്കച്ചവടം നടത്തിയ ഒരു കാലത്തെ പോലും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോയാൽ, നിങ്ങൾ രാവിലെ വരുന്നു, നോട്ടീസ് ഇടുന്നു, ഇന്ന് ഇത്ര കളക്ഷൻ കൊണ്ട് വന്നില്ലെങ്കിൽ തലചെത്തും, മൂക്ക് ചെത്തും, വാചെത്തും. സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുത്ത് അതിൻ്റെ മുമ്പിലും പറവിലും ഓടിച്ച് എന്നിട്ട് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഓടിച്ച് കളക്ഷൻ കൊണ്ടുവരുന്ന ജീവനക്കാരൻ മരിച്ചാൽ ഒരു റീത്ത് വെക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കാത്ത നിങ്ങളോടൊപ്പം ഞങ്ങൾ എങ്ങനെ ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്? പറ്റില്ല. പ്രിയപ്പെട്ട ജീവനക്കാരെ, ഒരിക്കലും KSRTC എന്ന പ്രസ്ഥാനത്തെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിന്നാൽ നിങ്ങളുടെ അനുഭവം ഇതായിരിക്കും. കാരണം ഇവരോടൊപ്പമൊക്കെ ജോലി ചെയ്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. കാരണം നിങ്ങൾ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും KSRTCയിലെ അടിസ്ഥാന വർഗം എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വർഗത്തിന് അവകാശിയായിരിക്കും. കാര്യം അവിടെ ചിത്രഗുപ്തൻ നിങ്ങളുടെ കണക്ക് ചോദിക്കാൻ നിൽക്കാൻ കഴിയില്ല. ചിത്രഗുപ്തന് തന്നെ മനസ്സിലായി ഇതിക്കുള്ളിൽ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ജീവിത പരീക്ഷണം നേരിടുന്ന ഒരു വിഭാഗം ജീവനക്കാർ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് KSRTCക്കാരാണെന്ന് മാത്രം അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായിരിക്കും. ഈ അധികാരം ഇന്നല്ലെങ്കിൽ നാളെ 56 വയസ്സ് വരെ നീ ഇരിക്കുന്ന കസേര നിന്നോടൊപ്പം ഉണ്ടാവും. അതിനുശേഷം ആ കസേര നിന്നോടൊപ്പം ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ നിന്റെ പ്രവൃത്തി നന്നായിരിക്കണം എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ജീവനക്കാരൻ നിങ്ങളോടൊപ്പം നിൽക്കൂ. പ്രിയപ്പെട്ട ജീവനക്കാരെ, നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളുടെ കുടുംബത്തിന് അർപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് വന്ന് പെട്ടുപോയല്ലോ എന്ന വിചാരത്തിൽ നിങ്ങൾ ജോലി ചെയ്യുക. ഒരു ദയയും ഒരു നീതിയും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇത്രയും കഠിനഹൃദയരായ ആളുകളോടൊപ്പമാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്ന് അറിയുമ്പോൾ എന്ത് സങ്കടമാണ്, എന്ത് ഖേദമാണ്, എന്ത് ദുഃഖമാണ്. ഇവരെല്ലാം മനുഷ്യരാണോ, മനുഷ്യ വർഗത്തിൽപ്പെട്ട ഇരുകാലി മൃഗങ്ങളാണോ എന്ന് നമ്മൾ നാണിച്ചു പോകും. കണ്ണൂരിൽ നിന്ന് ഏകദേശം നമ്മൾ മൂന്നാറിൽ കണ്ടതുപോലെ ഏകദേശം 5 കിലോമീറ്റർ, കണ്ണൂരിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ ആ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകാൻ. അവിടെ ഒന്ന് കയറിപ്പോയി പ്രിയപ്പെട്ട സഹോദര അല്ലെങ്കിൽ കൂടപ്പിറപ്പെ അല്ലെങ്കിൽ ജോലി ചെയ്ത ഡ്രൈവറെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ,
എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനും ആ സങ്കടത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ പങ്കുചേരുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു ആശ്വാസം പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അത്ര അധപ്പതിച്ചു പോയ ഒരു കൂട്ടം മനസാക്ഷ്യം മരവിച്ച മനുഷ്യനോടൊപ്പമാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നതെന്നറിയുമ്പോൾ ഞങ്ങൾ ലജ്ജിച്ചു പോകുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, താങ്കൾ മൂന്നാറിൽ ചെയ്ത അല്ലെങ്കിൽ താങ്കളുടെ ഓടൊപ്പം വന്നവർ ചെയ്ത അതേ പ്രവൃത്തിയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ കണ്ണൂരിലും നമ്മൾ കണ്ടത്. ഇത് ആവർത്തിക്കരുത്. കാരണം ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. കൂടെ നിൽക്കുന്നവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും. സാർ, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിലൊക്കെ മൃഗങ്ങൾ ചിലപ്പോൾ അബദ്ധവശാല് ആക്സിഡന്റ് ഉണ്ടായി കിടക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജീവികൾ വന്ന് അതിനെ ദയാപൂർവ്വം നോക്കി നിൽക്കുന്ന, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സാർ, എന്നാലും ദയാപൂർവ്വം നോക്കി നിൽക്കുന്ന ആ കാഴ്ചകളെങ്കിലും നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് കാണണം. അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇത്തരം കാഴ്ചകളുണ്ട്. ഇതെങ്കിലുമൊക്കെ താങ്കളുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉന്നത അധികാരികളെന്ന് അഹങ്കരിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന അടിമകളെ പോറ്റുന്ന ഈ അധികാരികളെ ഒന്ന് കാണാനെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും ഉണ്ടാക്കി ഇവരൊക്കെ ഒന്ന് കാണിക്കണം സാർ. അത്യാവശ്യം മനുഷ്യരായെങ്കിലും ജീവിക്കാൻ പഠിപ്പിക്കണം സാർ. എന്നിട്ട് ഇവരെ മേലുദ്യോഗസ്ഥരാക്കണം സാർ. Thank you.